ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ബി.ജെ.പി. ഡീൽ ആരോപണത്തിൽ ഇന്ത്യ സഖ്യ യോഗത്തിന് മുൻപ് കോൺഗ്രസ് വിശദീകരണം നൽകണമെന്ന് സിപിഐഎം. സിപിഐഎം ബി.ജെ.പി. ഡീൽ ആരോപണത്തിൽ തെളിവ് നൽകണമെന്നാവശ്യപ്പെട്ട് ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് കത്തയച്ചു. അതേസമയം സിപിഐഎമ്മിനെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് എം.പി. പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തിലേക്ക് ഇനി തിരിച്ചുപോക്കില്ല എന്ന് വ്യക്തമാക്കി DMK രംഗത്തെത്തി. ഇന്ത്യ സഖ്യ യോഗത്തിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കേണ്ടതില്ലെന്നാണ് സിപിഐഎം തീരുമാനം. ജോൺ ബ്രിട്ടാസ് MP യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന നിലപാട് കടുപ്പിക്കുകയാണ് സിപിഐഎം. സിപിഐഎം ബി.ജെ.പി. ഡീൽ ആരോപണത്തിൽ കോൺഗ്രസ് തെളിവ് നൽകണമെന്നാവശ്യപ്പെട്ട് ജനറൽ സെക്രട്ടറി എം.എ. ബേബി സഖ്യത്തിലെ പാർട്ടികൾക്ക് കത്തയച്ചു. അതേസമയം ഇന്ത്യ സഖ്യത്തിലേക്ക് ഇനി തിരിച്ചുപോക്കില്ലെന്ന് വ്യക്തമാക്കി DMK രംഗത്തെത്തി. കോൺഗ്രസിനെ ഇനി ബി.ജെ.പിയെപ്പോലെ തന്നെ കാണുമെന്ന് DMK ഓർഗനൈസിംഗ് സെക്രട്ടറി RS ഭാരതി 24നോട് പറഞ്ഞു. കോൺഗ്രസ് ഇതര കക്ഷികളുമായി ചേർന്ന് ഒരു മൂന്നാം മുന്നണി രൂപീകരിക്കാനുള്ള സാധ്യത തള്ളുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ തീരുമാനമെടുക്കുമെന്നും R ഭാരതി പറഞ്ഞു. അതേസമയം രാജ്യസഭാ സീറ്റിൽ ഏകപക്ഷീയ തീരുമാനമെടുത്ത കോൺഗ്രസിനെതിരെ JMM രംഗത്തെത്തി. യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ JMM തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് വിവരം. തൃണമൂൽ കോൺഗ്രസിലെ ഭിന്നതകളിൽ ഉലഞ്ഞു നിൽക്കുന്ന മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തേക്കും. ചെന്നൈ ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.